ഇന്നുണ്ടല്ലോ തിരക്കും ബഹളവും ഒന്നും ഇല്ലാണ്ട് രാവിലെ തൊട്ട് വീട്ടിൽ തന്നെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. വീട്ടിലെ കുറച്ച് പണികളും എന്താ പറയുക അങ്ങനത്തെ വീട്ടിലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നോക്കാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് വൈകിട്ട് കുറച്ച് ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ഒരു 3-4 ആൾക്കാരുണ്ട്. പെട്ടെന്ന് വിളിച്ചു പറഞ്ഞതാ, നിങ്ങൾ രാത്രി എവിടെയും പോകുന്നില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് അവരെ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ കുറച്ച് ബേക്കറിയും എന്താ പറയുക ജ്യൂസും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവരൊന്നും വേണ്ട, പെട്ടെന്നൊന്ന് വന്നിട്ട് പോകാം, അവിടെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ തന്നെ നിന്ന് എവിടെയും പോകാണ്ട് അപ്പോൾ നിൽക്കുന്ന ആ ഒരു സമയം ഞാൻ പിന്നെ വീടെല്ലാം വെറുതെ ഒന്ന് വീഡിയോ എടുത്തതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ മാത്രം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാറുള്ളൂ. കേട്ടൻ ഇടലും ലൈറ്റ് ഇതാക്കലും എല്ലാം, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് കേട്ടനൊക്കെ അഴിച്ച് ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ച് ഇങ്ങനെ നല്ല പണി തന്നെയായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ അവരൊക്കെ വന്ന് ജ്യൂസെല്ലാം എടുത്ത്, അപ്പം ചായ കുടിക്കാത്ത കട്ടൻ ചായ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ ഇത് അതുമെല്ലാം വെച്ച് എല്ലാവരും കുറച്ചിരുന്ന് വർത്താനം പറഞ്ഞു. പിന്നെ ഇതാ പരക്കെ പാത്രം കഴുകുക ഇതന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾക്കൊരു ഡിന്നർ പാർട്ടി ഉണ്ടായിനേനും. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ വേഗം ചടപട പാത്രമൊക്കെ കഴുകി പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. പിന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഒരിക്കലും ഇറങ്ങൂല. പിന്നെ എനിക്ക് കയറി വരുമ്പോൾ വീടും കിച്ചണൊന്നും നല്ല ക്ലീൻ ആയിരിക്കണം. അപ്പം എത്ര തിരക്കുണ്ടെങ്കിലും അത് വൃത്തിയാക്കിയിട്ട് ഇറങ്ങും. അങ്ങനെ അതൊക്കെ ഇറങ്ങി ഞങ്ങളിതാ പെപ്പർ പാലസ് ഹോട്ടലിലെത്തി. എല്ലാവരും ഉണ്ട്, ഫാമിലി മൊത്തം. അങ്ങനെ ഇതാ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് എല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോ ഫുഡും എന്താ പറയുക എല്ലാവരും എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വക കുറേ വീഡിയോ ഫോട്ടോസെല്ലാം ഉണ്ടായിന്. പിന്നെ ഇത് നമ്മളെ പുതിയ കല്യാണം കഴിഞ്ഞ് പുതിയ പിയാപ്പൻ്റെ വകയുള്ള നമുക്ക് തരുന്നവരെ ട്രീറ്റാണ് കേട്ടോ. അപ്പോൾ അവരെ വകയാണ് ഇന്ന്. അപ്പോൾ സാധാരണ നമുക്ക് ഐസ്ക്രീമോ അങ്ങനെയൊക്കെ തരാം. അപ്പോൾ നമ്മളൊന്ന് വേണ്ട ഡിന്നറിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, കാര്യമായിട്ട് തന്നെ. അങ്ങനെ എല്ലാവരും ഉണ്ട്, നമ്മുടെ ഉമ്മ മക്കൾ ഫാമിലി അതന്നെ എല്ലാവരും മഷാന്ന് എല്ലാവരും കൂടി അടിപൊളിയായിട്ട് ഇവിടെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് റാഹത്തായിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തി ഇപ്പോൾ ഇത് നട്ടപ്പാതിരാണ് കേട്ടോ. അപ്പോൾ പാതിരാത്രി നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് കിച്ചണിൽ കിടന്ന് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നാളെ നമുക്ക് അവിടെ ഹസൻ്റെ വീട്ടിലൊരു തക്കാരുണ്ട്, പിയാപ്പിളിൻ്റെ ആൾക്കാരെല്ലാം വരുന്നൊരു ചെറിയൊരു തക്കാരം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ഓരോ ഡെസേർട്ടാണ് കൊണ്ടുപോകുന്നത്. ബാക്കി ഫുഡെല്ലാം പിന്നെ അവിടെ ഉണ്ടാക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഡെസേർട്ട് എല്ലാവരും ഓരോരുത്തർ ഓരോന്ന് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ എനിക്ക് രാവിലെ എണീക്കാനും രാവിലെ തന്നെ എണീച്ചിട്ട് കിച്ചണിൽ കയറുന്നതും എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, രാത്രി ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എനർജി, രാത്രി രാത്രി ഉറങ്ങാണ്ട് രാവിലെ ഉറങ്ങുന്ന ടീമായതുകൊണ്ട് എനിക്ക് അതാണ് കുറച്ചും കൂടി ഒരു ഒന്ന് സെറ്റായിട്ട് വരാൻ. അപ്പോൾ രാത്രി തന്നെ കിടന്ന് എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കിച്ചണിൽ എനിക്ക് എന്താ പറയുക എൻ്റെ ഇഷ്ടത്തിന് വീഡിയോ ഒക്കെ എടുത്ത് പുഡിങ്ങൊക്കെ സെറ്റാക്കി വെച്ച് എന്നിട്ട് കിടന്നുറങ്ങി. ഇതാ ഉച്ചയാകുമ്പോഴേക്ക് പിന്നെ ഇവിടെ എത്തണമല്ലോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാ ഇവിടെ ഭയങ്കര തക്കാരും ഫുഡ് ഉണ്ടാക്കലും കുടിക്കാനും വയ്ക്കാനും അങ്ങനെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഡ്രിങ്ക്സ് എല്ലാം ഒഴിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്ന ഫുഡെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉച്ചയാകുമ്പോഴേക്കും എല്ലാം അടിപൊളിയായി എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ രാത്രി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇത് പിറ്റേന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളൊരു ഔട്ടിംഗ് ആണ്. നമ്മൾ കുറേ നാളായി പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ കുറേ ആയിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു ഇത്. നമ്മൾ 4 ആളുമാണ് ഭയങ്കര കൂട്ട്. അപ്പോൾ 3 ആൾ നാട്ടിൽ തന്നെ. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തതിനു എന്തായാലും ഇപ്രാവശ്യം ഒരു ദിവസം നമുക്ക് കൂടണം എന്നല്ല നമ്മൾ കുറേ പ്ലാൻ ചെയ്ത് 2-3 പ്രാവശ്യം അതൊക്കെ ഓരോ തിരക്കൊണ്ട് ഇങ്ങനെ പാളിപ്പോയി. ഒന്നുകിൽ ഞാൻ തിരക്കായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അങ്ങനെ ഫൈനലി ഇതാ നമ്മളങ്ങനെ ഒത്തുകൂടി. രാവിലെ തന്നെ ഇറങ്ങി ക്യാപിറ്റൽ മോളിലെത്തി. നമുക്ക് അവിടെ ആകുമ്പോൾ എല്ലാവർക്കും അടുത്താണ് വരാനെല്ലാം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് കണ്ട് ജ്യൂസൊക്കെ കുടിച്ച് എന്തൊക്കെയോ കഴിച്ച് കുറേ വർത്താനെല്ലാം പറഞ്ഞ് ഒരുപാട് കാര്യം പറയാനുണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ മറ്റുള്ളവർക്ക് നമ്മളെ ചിരിയും ബഹളം അവിടെ ഉള്ളവർക്ക് ഇടങ്ങറായിന്ന് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒരുമിച്ചിട്ട് ബസ്സിലെല്ലാം കയറി. എന്തായാലും നിന്നെയും കൊണ്ട് ഇന്ന് ബസ്സിൽ കയറാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ബസ്സിൽ കയറി. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് മെഹഫിലെത്തി മന്തിയൊക്കെ കഴിച്ച് വിസ്തരിച്ച് ഇരുന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ മന്തിയും കഴിച്ച് വയറെല്ലാം ഫുള്ളായി. അപ്പോൾ ഇനി എവിടെ പോകണം എന്നിങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് നമ്മൾ പയ്യാമ്പലം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി.
അപ്പോൾ ഈ എന്താ പറയുക പയ്യാമ്പലം കഴിഞ്ഞ 2-3 പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ പയ്യാമ്പലം എത്തിയിട്ടില്ല. അല്ലെങ്കിൽ എപ്പോഴും പയ്യാമ്പലത്ത് ഒരു വിസിറ്റ് ഉണ്ടാവും. പയ്യാമ്പലം ഭയങ്കര നൊസ്റ്റുമാണ്, കുറേ നല്ല ഓർമ്മകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പയ്യാമ്പലം. അപ്പോൾ അങ്ങനെ ഇതാ അന്ന് അവിടെ പോകുമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വീണ്ടും വർത്തമാനം പറയുക, ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. പിന്നെ ഇത് അവരെന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ, അങ്ങനത്തെ ബീച്ചിലൊന്നും പോയി അങ്ങനെ ഇങ്ങനെയൊന്നും അതൊന്നും വാങ്ങി കഴിക്കൂല. അങ്ങനെ നല്ലൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വെയിലെല്ലാം ഉണ്ടെന്നുണ്ട്, അപ്പോൾ തലവേദന തുടങ്ങി. അപ്പോൾ എന്തായാലും നല്ല ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ ക്ലബ് സുലൈമാനിൽ പോയി. അപ്പോൾ ഇത് പയ്യാമ്പലം ഫേമസ് ആണ് കേട്ടോ ഈ സ്ഥലം. അവിടെ നല്ല വ്യൂ എല്ലാം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ചായയും ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുറേ വർത്തമാനം പറയുക, കുറേ ഫോട്ടോ എടുത്ത് നല്ലൊരു മെമ്മറിയായി. ഇനിയും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ തന്നെ പിന്നെ ഹസ് ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിന്. പോകുന്ന വഴിക്ക് അവരെല്ലാം ഡ്രോപ്പ് ചെയ്ത് പിന്നെ രാത്രി ഞങ്ങൾ നേരെ തിരിച്ച് ഒരു മൂവിയൊക്കെ കണ്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം ഫുൾ ഇങ്ങനെയെല്ലാം അങ്ങ് നല്ല ചിൽ വൈബായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.